അയാൾ ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി. അവിടെ സംഹാരരുദ്രനായി നിൽക്കുന്ന കാശിയെ കണ്ട് അയാളുടെ കണ്ണിൽ ഭയവും പകയും ഒരേ സമയം ആളി. പക്ഷേ കാശിയെ കണ്ട ആദിയുടെ കണ്ണ് തിളങ്ങി. കാശിയുടെ അഭാവം ആദിക്ക് എപ്പോഴോ കണ്ടു മറന്നതുപോലെ. ഏതോ ജന്മത്തിൽ തൻ്റെ സ്വന്തമായ ആരോ ആണ് കാശിയെന്ന് ആദിക്ക് അവൻ്റെ അഭാവം കണ്ട മാത്രയിൽ തോന്നിയതുപോലെ. കാശി പാഞ്ഞു വന്ന അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചാരി നിർത്തി. തടയാൻ ഓടി വന്ന പോലീസുകാരെ തൻ്റെ നോട്ടത്തിൻ്റെ തീക്ഷ്ണത കൊണ്ടവൻ അടക്കി നിർത്തി ആദിയെ ഒന്ന് നോക്കി. അവൾ ആ സമയം അവനിൽ മാത്രം ലയിച്ചു നിൽക്കുവാണ്. അത് മനസ്സിലായതുപോലെ കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്കായി മാത്രമുള്ള പുഞ്ചിരി. പക്ഷേ ഞൊടിയിടയിൽ അത് വന്യമായി മാറി. ശ്വാസത്തിനു വേണ്ടി തൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നവനെ കണ്ടതും അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയിരുന്നു. കാശി അയാളെ ഒന്ന് പൊക്കി തറയിലേക്ക് തള്ളി. ഇനി മേലാൽ എൻ്റെ ഓഫീസിൽ കയറുകയോ എൻ്റെ സ്റ്റാഫുകളുടെ നേരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഉപദ്രവം ഉണ്ടാവുകയോ ചെയ്ത കൊന്നു തള്ളും നിന്റെ കുടുംബം ഉൾപ്പെടെ. ഇനി ഒരിക്കലും എൻ്റെ നേരെയോ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് നേരെയോ നിന്റെ യജമാനന്മാരെ വരരുത് വന്ന. അത്രയും പറഞ്ഞ ആദ്യം ഒന്ന് നോക്കി കാശി അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ക്യാബിനിൽ ചെന്നിരുന്നിട്ടും കാശിക്ക് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഒന്ന് ചേർത്തു നിർത്താൻ പോലും പറ്റാതിരുന്ന തൻ്റെ ഗതികേടോർത്ത് അവന് ദേഷ്യം തോന്നി. അവളെ മുറിയിൽ അടച്ചിട്ടപ്പോൾ ഓർത്ത് കാണില്ല ഞാൻ വരുമെന്ന്. എന്നിട്ടും കുറച്ചു നാൾ കൂടി കാത്തിരുന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അത് ആദിയുടെ ജീവന് തന്നെ ആപത്താവും. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ആദിയുടെ ഫോട്ടോയിൽ ചുണ്ട് ചേർത്ത ശേഷം ഗ്ലാസ്സിലൂടെ അപ്പുറത്തിരുന്ന ആദിയെ പ്രണയത്തോടെ നോക്കി. അവളുടെ കണ്ണുകൾ തന്നിൽ വന്ന് പതിക്കുന്നതും സംശയത്തോടെ ഫോണിലേക്ക് നോക്കുന്നതും കുശുമ്പ് കൊണ്ടോ ചുണ്ട് കൂർക്കുന്നതും കണ്ട് ചുണ്ടിലൊരു ചിരിയോടെ കാശിയിരുന്നു. ഫോണിൽ ഉമ്മ വെച്ചത് അവൾ കണ്ടുവെന്ന് അവൻ ചിരിയോടെ ഓർത്തു. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നു. ഡാ കണ്ണ, നീ ഒന്ന് വേഗം വന്നേ. വിജിലൻസ് നോക്കിയിട്ടെന്തോ പെട്ടി കിട്ടിയെന്ന്. ഡ്രഗ്സ് ആണെന്ന് പറയുന്നു. ആ SI തല്ല് കിട്ടിയ ചെറുക്ക് തീർക്കാനേ അവിടെ കിടന്ന ആളാവുന്നുണ്ട്. ഡ്രഗ്സ് ഇവിടെ എങ്ങനെ? അതെങ്ങനെ? കോർട്ട് ഓർഡർ ഉണ്ട്. കരുതിക്കൂട്ടി പണിഞ്ഞതാ. നമ്മളിവിടെ ഇല്ലാതെയായി പോയി. കൂട്ടിൽ നിന്ന് തന്നെയാ പണി, ഒരു സംശയവും വേണ്ട. കാരണം സേഫ് ലോക്കിൽ നിന്നാണ് പെട്ടിയെടുത്തത്. മാത്രമല്ല അവിടുത്തെ CCTV വിഷ്വൽസ് മിസ്സിംഗ് ആണ്. എല്ലാം വെൽ പ്ലാൻഡ് ആണ്. കാശി, നമ്മളിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് പറയുന്നത്. നീ വാ. കാശിയും മനുവും പുറത്തേക്ക് ചെന്നപ്പോഴേക്കും ഫയൽ ഉൾപ്പെടെ എല്ലാം പരിശോധിക്കുകയായിരുന്നു അവർ. മിസ്റ്റർ കാശിനാഥ് മഹാദേവൻ, നിങ്ങളുടെ കമ്പനിയിൽ നിന്നാണ് ഈ ഡ്രഗ്സ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ കൂടെ വന്നേ മതിയാവൂ. അത് കാശിനാഥ് തന്നെയായ സൗകര്യമായി. ഇത് ഞങ്ങൾക്കറിവില്ലാത്ത കാര്യമാണ്. ഇത് ചതി. ഞാൻ ജെയിംസിനെ ഒന്ന് വിളിക്കാം. വേണ്ട അഭിമന്യു സാറെ, വിളിച്ച് കഷ്ടപ്പെടേണ്ട. അങ്ങേരെ അത്യാവശ്യമായി മന്ത്രി വിളിപ്പിച്ച്. അപ്പം പിന്നെ എന്തു ചെയ്യാനാ? സാറ് വന്ന് വണ്ടിയിലോട്ട് കയറിയാട്ടെ. പുറകിൽ നിന്ന് നടന്നു വന്ന SI പറയുന്നത് കേട്ട് കാശി പല്ല് കടിച്ചു. നിനക്ക് കിട്ടിയത് പോരല്ലേ? പോരെ കാശി സർ, കുറച്ചുകൂടെ തരണം. അല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. ക്യാബിന് പുറത്ത് നിൽക്കുന്ന ആദിയെ നോക്കി ചുണ്ട് നനച്ചുകൊണ്ട് പറഞ്ഞു. കാശി മുൻപിലേക്ക് ആഞ്ഞത് മനു കയ്യിൽ പിടിച്ചു. വേണ്ട എന്ന് തല ചലിപ്പിച്ചു. ടേക്ക് ഹിം. അതും പറഞ്ഞ അയാൾ മുന്നേ നടന്നു. 2 പോലീസുകാർ വന്ന് കാശിയുടെ കയ്യിൽ പിടിച്ചു. അതെ, ഒന്ന് നിന്നേ. എല്ലാവരും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. പുറകിൽ നിൽക്കുന്ന ആദിയെ കണ്ട് കാശി സംശയത്തോടെ നോക്കി. ആദി ഒരു ചിരിയോടെ നിൽക്കുകയാണ്, കയ്യും കെട്ടി. എന്താ മോളെ? മനു ആദിയുടെ അടുത്തേക്ക് ഓടി വന്നു. ഒന്നുമില്ല മനുവേട്ട, അതാ പ്രശ്നം. ഈ നിൽക്കുന്ന KR ഗ്രൂപ്പിൻ്റെ MD കാശിനാഥ് മഹാദേവൻ്റെ പേരിൽ ഒരു കേസും ഇല്ല. അതാണ് പ്രശ്നം. അങ്ങനെയുള്ള ഒരാളെ, അതും റെപ്യൂട്ടഡ് പേഴ്സണിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് തെറ്റാണ്. ചിലപ്പോൾ തൊപ്പി തെറിക്കാനും മതി. അതിപ്പോൾ തെറിക്കുമല്ലോ. എന്താ മോളി പറയുന്നത്? ആദി കാത്തുവിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് കാത്തു തിരിച്ചു. നിന്റെ പ്രസംഗം നീ നടത്തിക്കോ. അത് പിന്നെ മതി, ഞങ്ങൾ പോയിട്ട്. ഇപ്പം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ നിൻ്റെയൊക്കെ കാശിനാഥനെ ഞങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത് ഡ്രഗ്സ് ആണ്, അല്ലാതെ കൂവപ്പൊടിയല്ല. മനസ്സിലായോ? അതുകൊണ്ട് മോള് മാറി നിൽക്കങ്ങോട്ട്. ഓ അങ്ങനെയാണോ? എങ്കിൽ പോകുന്നതിന് മുൻപ് സാറുമാരെല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ. ആദ്യ ഫോണെടുത്തൊരു വീഡിയോ കാണിച്ചു. ആ വീഡിയോയിൽ SI അവിടെ ക്യാബിനിൽ കയറി ആദിയോട് സംസാരിച്ചതും അവളോട് മോശമായി ബിഹേവ് ചെയ്തതും ഉണ്ടായിരുന്നു. കാത്തിറങ്ങിയത് മുതൽ കാശി കയറി വരുന്നത് വരെ അയാളും ആദിയും പറഞ്ഞതും ചെയ്തതുമൊക്കെ വീഡിയോയിൽ റെക്കോർഡായിരുന്നു. ഇനി പറയ, ഈ നിൽക്കുന്ന കാശിനാഥ് മഹാദേവന് സാറിന് കൊണ്ടുപോകണോ?
കൊണ്ടുപോയ സാറിൻ്റെ ഈ തൊപ്പി പിന്നെ ഈ തലയിലുണ്ടാവില്ല. ആദ്യം നേരെ വിജിലൻസ് ഓഫീസറിന് നേരെ തിരിഞ്ഞു. നിങ്ങൾക്കും ഇദ്ദേഹത്തെ കൊണ്ടുപോകണമെന്നാണെങ്കിൽ ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, മതിയോ? വിജിലൻസ് ഓഫീസർ എല്ലാവരും SIനെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും ഒന്ന് നോക്കി അവർ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. SIയും കാശിയെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയി. ആദ്യമോളെ, ഇതെങ്ങനെ? അതൊക്കെ ഒപ്പിച്ചു. അയാൾ വന്ന് ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഇത് ചതിയാണെന്ന്. അതാണ് കാർത്തിനോട് പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോൾ അവൾ പോയതും ഞാൻ അവളെ തടയാഞ്ഞതും. അവൾ അയാളുടെ ശ്രദ്ധ മാറ്റിയ തക്കത്തിന് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നടന്നതൊക്കെ കണ്ടില്ലേ? പിന്നെ ഒരു സേഫ്റ്റിക്ക് നിങ്ങളുടെ രണ്ടാളുടെയും ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. ഒന്ന് നോക്കിയേക്കണേ, ആവശ്യം വന്നാലോ. അത്രയും പറഞ്ഞവൾ തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ ഒന്ന് നോക്കി. ആദ്യം നോക്കുന്നത് കണ്ടവൻ നോട്ടം മാറ്റിയെങ്കിലും അവൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. മനു കാർത്തികയെ കൂട്ടി പോയി നമ്മുടെ പുതിയ സൈറ്റ് ഒന്ന് കാണണം. ആദിരുദ്ര, കം ടു മൈ ക്യാബിൻ ഇമ്മീഡിയറ്റ്ലി. അത്രയും പറഞ്ഞവൻ ക്യാബിനിലേക്ക് പോയി. ആദ്യ സംശയത്തോടെ മനുവിനെ നോക്കി. അവിടെ കള്ളച്ചിരി കണ്ടവൾ കാത്തുവിനെ നോക്കി. അവിടെയും കള്ളച്ചിരി. പതിയെ ആദിയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. പിന്നെ പതിയെ കാശിയുടെ ക്യാബിനിലേക്ക് നടന്നു. ഡോറ് പതിയെ നോക്ക് ചെയ്തു. അപ്പോഴേക്കും അകത്തുനിന്ന് യെസ് എന്ന് കേട്ടതും വാതിൽ തുറന്ന് അകത്ത് കയറി. വാ, ഇവിടെ വന്നിരിക്ക്. കയറി ചെന്നപ്പോഴേ ഒരു ചെയർ നീക്കിയിട്ടിരിക്കാൻ പറയുകയാണ്. ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് ആള്. ആദ്യ ചെന്ന് ചെയറിലിരുന്നു. മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു ഇങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ. എന്നോട് ദേഷ്യമുണ്ടോ? ചോദ്യം കേട്ടപ്പോഴേ സംശയത്തോടെ മുഖമുയർത്തി നോക്കി. ആളൊന്ന് ചിരിച്ചു. എനിക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്ന് ഞെട്ടിയെങ്കിലും ആദ്യ കാശിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പറയ്. അറിയില്ല. അറിയില്ലേ? എൻ്റെ കണ്ണിൽ നോക്കി പറ. നിനക്ക് അറിയില്ല എന്ന്. നിനക്കെൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്. AC-യുടെ തണുപ്പിലും വിയർത്തു പോയി ആദി. കൈകൊണ്ടൊന്ന് മുഖം തുടച്ചു. കാശി അവളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ആരു? ആദി ഞെട്ടി മുഖം ഉയർത്തി. അവളുടെ നെഞ്ചിരിപ്പ് കൂടി. നെഞ്ചിൽ കൈവച്ച് നെഞ്ചിരിപ്പ് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാശി ടേബിളിൽ നിന്നും എഴുന്നേറ്റ് പ്രൊജക്ടർ ഓണാക്കി ഫോണിൽ കണക്ട് ചെയ്തു. ശേഷം ഫോണിൽ എന്തോ ചെയ്ത ശേഷം ആദിക്കടുത്തേക്ക് ഒരു ചെയറിട്ട് അവിടെ ഇരുന്നു. കുറച്ച് സമയത്തിനു ശേഷം സ്ക്രീനിൽ ഒരു ക്ഷേത്രം തെളിഞ്ഞു വന്നു. ആദ്യം മങ്ങിയിരുന്ന കാഴ്ച പതിയെ തെളിഞ്ഞു വന്നു. ക്ഷേത്രത്തിൻ്റെ പടികൾ കയറി ഓടുന്ന ഒരു കൊച്ചുകുട്ടി. അവളെ പിടിക്കാൻ ഓടുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് പിറകെ ചിരിച്ചുകൊണ്ട് പടികൾ കയറുന്ന മറ്റൊരു പെൺകുട്ടി. ഞെട്ടലോടെ അത് താനാണെന്ന് അവൾ മനസ്സിലാക്കി. ആദ്യം ആ സംഭവം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപാണത്. പക്ഷേ മറന്നിട്ടില്ല. കാർത്തുവിനെയും കുട്ടി അമ്പലത്തിൽ പോയതാണ്. അവിടെ വെച്ചാണ് ഒരു കുട്ടിക്കുറുമ്പിയെ പരിചയപ്പെട്ടത്. പടി കയറാൻ നിന്നപ്പോഴാണ് ആ കുട്ടിക്കുറുമ്പി കാർത്തുവിൻ്റെ മുല്ലപ്പൂ തട്ടിപ്പറിച്ച് ഓടിയത്. കാർത്തു പിന്നാലെ ഓടുകയും ചെയ്തു. താൻ നടന്ന് കയറി ചെന്നപ്പോഴേക്കും അവർ ഓടി അകത്ത് കയറിയിരുന്നു. ആളിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഒരു ചൂളം വിളി കേട്ടത്. തിരിഞ്ഞു നോക്കിയിട്ടൊന്നും ആരെയും കണ്ടില്ല. പെട്ടെന്നാണ് കണ്ണിനെന്തോ പോയത്. ആരോ മുൻപിലൂടെ പോകുന്നതും. ആരു? കണ്ണിലെന്താ പോയത് എന്നാരോ ചോദിച്ചു. കണ്ണു തുറക്കാൻ പറ്റാത്തത് കൊണ്ട് ആരാണെന്ന് മനസ്സിലായിരുന്നില്ല. താനൊരു വിധത്തിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും ആരും അവിടെ ഉണ്ടായിരുന്നതില്ല താനും. ഹലോ. കാശി വിളിച്ചപ്പോഴാണ് ഓർമ്മയിൽ നിന്ന് പുറത്തു വന്നത് തന്നെ. വീഡിയോയിലേക്ക് നോക്കി. താൻ ആളിൻ്റെ അടുത്തേക്ക് നടന്നെത്തി. താൻ കണ്ണു തിരുമുന്നതൊക്കെ വ്യക്തമായി കാണാം. നെഞ്ച് 10 മടങ്ങ് ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ അതാരാണെന്ന് എനിക്ക് കാണാം. ഈ വീഡിയോ ഇവിടെ എങ്ങനെ വന്നു? ആദ്യം വിയർത്ത് കുളിച്ചു. എന്തിനാണ് ഇത്ര പേടിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കാശി അടുത്തൊരു വീഡിയോ പ്ലേ ചെയ്തു. അതൊരു ബസ് സ്റ്റോപ്പിൽ നിന്നുള്ളതായിരുന്നു. ആദ്യ ബസ്സിൽ കയറുന്നതും ഏതോ ചെറുക്കന്മാർ വന്ന് സംസാരിക്കുന്നതുമായിരുന്നു. ആ വീഡിയോയിൽ ആദ്യ അസ്വസ്ഥതയോടെ സീറ്റിൽ പോയിരുന്നു. ബസ് നീങ്ങുമ്പോഴും അവരെന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ അവരവിടെ ഉണ്ട്. പക്ഷേ കയ്യിലും കാലിലുമൊക്കെ വെച്ച് കെട്ടുണ്ടായിരുന്നു. എന്തോ അപകടം പറ്റിയതുപോലെ. അവർ ആദിക്കടുത്തേക്ക് വരുന്നു. എന്തോ പേപ്പർ കൊടുക്കുന്നു. സംസാരിച്ചിട്ട് പോകുന്നു. ആദിയുടെ നെഞ്ചിരി പേറി വന്നുകൊണ്ടേയിരുന്നു. ക്ഷമിക്കണം പെങ്ങളെ, ഇവനെ തന്നെ ഇഷ്ടമാണെന്ന് ഞങ്ങൾ ആളറിയാതെ പറഞ്ഞതാ. അളിയനോട് പറഞ്ഞേക്കണേ ഇങ്ങനെ ആരെയും തല്ലരുതെന്ന്. അത്രയുമാണ് അവർ അന്ന് പറഞ്ഞത്. കയ്യിലൊരു കുറിപ്പും തന്നു. ആരൂട്ടി, അവർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. ലവ് യു.
കാർത്തൂന് അന്ന് പനിയായതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നത്. കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞപ്പോൾ ആരെങ്കിലും പറ്റിച്ചതാവുമെന്നാണ് അവൾ പറഞ്ഞത്. ആലോചനയിൽ നിന്ന് മാറി വീണ്ടും ആദ്യ സ്ക്രീനിലേക്ക് നോക്കി. കാശി അടുത്തതായി ഒരു ഫോട്ടോ കാണിച്ചു. ആ കുറിപ്പിൻ്റെ ഫോട്ടോ ആയിരുന്നു അത്. നെക്സ്റ്റ് ഒരു റോസാപ്പൂവും ഒരു കുറിപ്പും. വാലന്റൈൻസ് ഡേ കിട്ടിയതാണ് അത്. ആ കുറിപ്പിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ ആരൂട്ടി എന്നായിരുന്നു. നെക്സ്റ്റ് കാണിച്ചത് ഒരു കുട്ടി തനിക്ക് പൂ തരുന്നത്. അന്ന് KR വരുന്ന അന്ന് രാവിലെയാണത്. ആദ്യം ഓർത്തു. ആദ്യം കാശിയെ ഒന്ന് നോക്കി. എന്തേ, ആരൂട്ടിക്ക് ഇനിയും സംശയം ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് കണ്ട് തീർക്ക്. അത് പറഞ്ഞ ഉടനെ അമ്പലത്തിലുള്ള വീഡിയോ പ്ലേ ആയി. ആദിയുടെ അടുത്തേക്ക് കാശി വരുന്നു. ശേഷം എന്തോ പറഞ്ഞിട്ട് കൈകൊണ്ടൊരു ഫ്ലൈങ് കിസ്സും തന്ന് ചിരിയോടെ പടിയിറങ്ങുന്നു. ഒരു സിനിമ സീൻ പോലെ അത്രയധികം ക്ലാരിറ്റിയോടെ പിടിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ. ഇനി സംശയം എന്തെങ്കിലും ബാക്കിയുണ്ടോ ആരൂട്ടിക്ക്? ആദ്യ കാശിയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. എന്തിനാ ഇങ്ങനെയൊക്കെ എന്നല്ലേ? എന്തിനു വേണ്ടിയാണ് അറിയാത്ത പോലെ ആക്ട് ചെയ്തതെന്നല്ലേ? എല്ലാത്തിനും ഉത്തരം ഇന്ന് തന്നെ ആരൂട്ടിയെ അറിയിക്കാട്ടോ. ഇനി പറ, എനിക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നത്? അറിയില്ല. ഓ അങ്ങനെയാണോ? കണ്ണേട്ടൻ്റെ ആരൂട്ടിക്ക് അറിയില്ലല്ലേ? ഓക്കെ അറിയണ്ട കേട്ടോ. അല്ലെങ്കിൽ ഞാനൊന്ന് അറിയിച്ചു തന്നാലോ? അതും പറഞ്ഞ് കാശി ആദിക്കടുത്തേക്ക് പതിയെ ചുവട് വെച്ചു. ആദി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് മാറി. കാശി വീണ്ടും അവൾക്കടുത്തേക്ക് നടന്നു വന്നു. ആദി പുറകിലേക്ക് നീങ്ങി ചുവരിൽ തട്ടി നിന്നു. കാശി ചുവരിൽ അവൾക്ക് ഇരുവശവും കൈകുത്തി അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. ആദി നിന്ന നിൽപ്പിൽ ഉരുകിത്തീരുമെന്ന അവസ്ഥയിലെത്തി. എന്തേ, ആരൂട്ടി പേടിച്ചു പോയോ? നിന്റെ വിരയ്ക്കുന്ന ചുണ്ടും ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞു മെടിക്കുന്ന നിന്റെ ഹൃദയവും പറഞ്ഞു തരുന്നുണ്ട് ഞാൻ നിനക്കാരാണെന്ന്. പിന്നെ നേരത്തെ ആ എസ്ഐനെ ചവിട്ടിക്കൂട്ടിയപ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലല്ലോ. ഇടയ്ക്കെന്തോ പറഞ്ഞല്ലോ, കാശിനാഥൻ്റെ പെണ്ണല്ലേന്നോ മറ്റോ. ആ പ്രയോഗം കണ്ണേട്ടന് ഇഷ്ടമായിട്ടോ. ആദ്യ കാശിയുടെ കൈയെടുത്ത് മാറ്റി ഡോറിൻ്റെ സൈഡിലേക്ക് നടന്നു. ആരു? ആദ്യ തിരിഞ്ഞു നോക്കി. നിനക്ക് വേണ്ടി അവർക്ക് മുൻപിൽ സംസാരിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, നിനക്ക് വേണ്ടി തന്നെയാണ്. നിനക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയാ. കുറച്ച് മാത്രം കാത്താൽ മതി, എല്ലാത്തിനും നമുക്ക് തീരുമാനമുണ്ടാക്കാം. എല്ലാം ഏട്ടൻ്റെ കുട്ടിക്ക് ഇന്ന് തന്നെ പറഞ്ഞു തരാം. ആദ്യ സംശയത്തോടെ തന്നെ കാശിയെ നോക്കി. ഓ, ഇനി അതോർത്ത് കുഞ്ഞു തല പുകയ്ക്കേണ്ട, ഇപ്പൊ പൊയ്ക്കോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി. തന്നിൽ നിന്നും കണ്ണെടുക്കാതെ നിൽക്കുന്നവനെ കണ്ടതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. എവിടെ പോയിട്ട് നീ? എന്നെ നിനക്ക് വേണ്ടാതായോ? അതാണോ എന്നെ വിട്ടു പോയത്? നീ ഒന്ന് വാണ്ടി പോളെ. ഇവിടെ നീ കൂടെയില്ലാതെ ഓരോ നിമിഷവും ഞാൻ ഉരുകുന്നത് നീ അറിയുന്നുണ്ടോ? എനിക്ക് വേറെ ആരുമില്ലാന്ന് പറഞ്ഞതല്ലേ നിന്നോട്? 1000 തവണ പറഞ്ഞതല്ലേ എന്നെ വിട്ടു പോവരുതെന്ന്. എന്നിട്ട് എന്തിനാടി പോയത്? പറയാൻ. ഒരു ഭ്രാന്തനെ പോലെ അച്ചുവരിലാകെ പതിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ പെണ്ണിൻ്റെ ചിത്രങ്ങളിൽ നോക്കി അവൻ ചോദിച്ചു കൊണ്ടേയിരുന്നു. പതിയെ അവൻ വയലൻ്റ് ആവാൻ തുടങ്ങി. വാ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആ ചിത്രത്തിൽ തല്ലാനും മാന്താനും തുടങ്ങി. സ്വയം തല ഭിത്തിയിൽ ഇടിപ്പിച്ചും കൈകൊണ്ട് മുടി പിടിച്ചു വലിച്ചും അവൻ സ്വന്തം ശരീരം തന്നെ കൂടുതൽ നോവിച്ചു. ഡാ സിദ്ധു, എന്താണ് നീ കാണിക്കുന്നേ? പിള്ളച്ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ, വേഗം വാ. ഒരു ചെറുപ്പക്കാരൻ മുറിയിലേക്ക് വേഗത്തിൽ കയറി വന്ന് താഴെയിരുന്ന് കരയുന്നവനെ ചേർത്ത് പിടിച്ചു വെച്ചു. ശേഷം പുറത്തേക്ക് നോക്കി ആരെയോ വിളിച്ചു. ഒരു പ്രായമായ മനുഷ്യൻ വേഗം തന്നെ മുറിയിലേക്ക് ഓടി വന്നു. ഊർന്ന് താഴെയിരുന്നവനെ പിടിച്ചു പതിയെ കട്ടിലേക്ക് കിടത്തി. തളർന്ന് കിടക്കുന്നവനെ നോക്കിയെന്ന് നെടുവീർപ്പിട്ടവൻ പിള്ളച്ചേട്ടന് നേരെ തിരിഞ്ഞു. ഞാൻ പറഞ്ഞതില്ലേ പിള്ളേട്ടാ, ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇവിടെ നിൽക്കണമെന്ന്. സിദ്ധുവിന് അത്രയധികം കെയർ ചെയ്യേണ്ട സമയമാണെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കിടയ്ക്ക് ഓഫീസിൽ പോകേണ്ടി വരുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആരും വേണ്ടായിരുന്നു. ഞാൻ ഇരുന്നേനെ ഇവന് കാവല്. ഇല്ല ജിത്തുമോനെ, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം സിദ്ധു കുഞ്ഞിനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി പോയതാ. അപ്പോഴേക്കും കുഞ്ഞ്. ജിത്തു അമർത്തിയൊന്ന് മൂളി സിദ്ധുവിനെ നോക്കി. അവൻ്റെ കിടപ്പ് കണ്ട് അവൻ്റെ നെഞ്ചു നീറി. സിദ്ധുവിനെ പുതപ്പിച്ച ശേഷം ജിത്തു നേരെ പോയത് ഗാർഡനിലേക്കാണ്. അവിടെയുള്ള സിമൻറ്റ് ബെഞ്ചിൽ ചാരിയിരുന്ന് അവൻ കണ്ണടച്ചു. ഡാ ജിത്തു, നീ ഇതുവരെ റെഡിയായില്ലേ? വാ, നമുക്ക് പോയിട്ട് വരാം. ഇല്ലടാ, ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിട്ട് വാ. നിൻ്റെയും നിൻ്റെ കെട്ടിയോളുടെയും റൊമാൻസിനെടുക്ക്. ഞാൻ കട്ടുറമ്പ് ആവുന്നില്ല. വേണ്ടടാ, വാടാ. നീ ഇല്ലെങ്കിൽ ഒരു സുഖവുമില്ല എനിക്ക്. എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്ത് പോകണം. അതാ നിങ്ങൾ പോയിട്ട് വാ. ഓ അങ്ങനെ, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം. കട്ടുറുമ്പ് ഇവിടെ ഇരുന്ന് കേട്ടോ.
പിന്നെ ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ കേസ് ഫയൽ ഒന്ന് പഠിക്കണം. എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് ആക്ഷൻ എടുക്കണം. ഇനിയും ഈ ചെറ്റത്തരം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ പിടിപാടുള്ള ചെറ്റകൾ കണ്ടുകൊണ്ടിരിക്കാനല്ലല്ലോ ഗവൺമെൻറ് നമുക്ക് ശമ്പളം തരുന്നത്. ഞാൻ പോയിട്ട് വരാം. ഡാ, വണ്ടി പതിയെ ഓടിക്കണം കേട്ടോ. അവൾക്ക് വയ്യാതിരിക്കുക എന്ന് മറക്കല്ലേ. ഓ പിന്നെ, എൻ്റെ ഭാര്യയെ കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഇനി നീ പറഞ്ഞിട്ട് വേണമല്ലോ. നിന്റെ പെങ്ങളൊക്കെ പണ്ട്. അവളിപ്പേ എൻ്റെ ഭാര്യയാ. അവളുടെ വയറ്റിൽ കിടക്കുന്നതേ എൻ്റെ കുഞ്ഞാ. അപ്പം ഞാൻ ശ്രദ്ധിക്കാതിരിക്കുവോടാ പൊട്ടാ. ഓ സമ്മതിച്ചു സർ. എങ്കിൽ IPS ഓഫീസർ സിദ്ധാർത്ഥ് പട്ടമഹർഷിയുമായി അമ്പലദർശനം നടത്തിയിട്ട് വന്നാലും. പോടാ. ഓ, അമ്പലത്തിൽ പോകുമ്പോഴെങ്കിലും നല്ല ഭാഷ ഉപയോഗിക്കടാ. ഓ, ഉത്തരവ് തമ്പ്ര. ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നവനെ അതേ പുഞ്ചിരിയോടെ തന്നെ ജിത്തു നോക്കി നിന്നു. മോനെ ജിത്തു. പിള്ളച്ചേട്ടൻ്റെ വിളിയാണ് ജിത്തുവിനെ ചിന്തകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. സിദ്ധു ഉറങ്ങുവല്ലേ? അതേ മോനെ. മോൻ വിഷമിച്ചിരിക്കുവാണോ? നമുക്ക് സിദ്ധു കുഞ്ഞിനെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ? അവന് ഭ്രാന്താണോ? അല്ല, എൻ്റെ സിദ്ധുവിന് ഒന്നുമില്ല പിള്ളേട്ടാ. ഇനി ആരും ഒന്നും പറഞ്ഞ് അവനെ ഭ്രാന്തനാക്കാതിരുന്നാൽ മതി. മോനെ, ഞാൻ അങ്ങനെയല്ല. പിള്ളച്ചേട്ടൻ അറിയുമോ, എനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും മരിച്ചു പോയത്. അന്ന് അച്ചു 20 വയസ്സേ ഉള്ളൂ. എനിക്ക് ഈ ലോകത്താകെ ഉണ്ടായിരുന്നത് എൻ്റെ പെങ്ങളാണ്. ബന്ധുക്കളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളെ. വേറൊരു വഴിയുമില്ലാതിരുന്നത് കൊണ്ടാണ് ജോലിക്ക് ശ്രമിച്ചതും. ആദ്യം ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തു. പിന്നെയാണ് സിദ്ധുവിൻ്റെ കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നതും. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കിട്ടുമെന്നൊരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ അവിടെ തന്നെ ഇൻ്റർവ്യൂ വിളിച്ചത് സിദ്ധു തന്നെയായിരുന്നു. പക്ഷേ അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്നോ, പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാമോ എന്ന്. പിന്നെ അവൻ്റെ കഥയും. ഞങ്ങളെപ്പോലെ തന്നെയായിരുന്നു അവനും. അച്ഛൻ കുഞ്ഞിലേ മരിച്ചു. ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിനിടയിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. അങ്ങനെ ആരുടെയോ പകവീട്ടിലായിരുന്നത്രേ അച്ഛൻ്റെ ജീവനെടുത്തത്. അമ്മ മാത്രമായിരുന്നു ആകെ പിന്നെ ഉണ്ടായിരുന്നത്. അവൻ IPS ട്രെയിനിങ്ങിന് കഴിഞ്ഞു വരുന്ന ടൈമിൽ അമ്മയും പോകുന്നത്. പിന്നെ അവൻ്റെ ജോലിയും ഇപ്പോഴുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയും ഒറ്റയ്ക്ക് നോക്കി നടത്തുകയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവൻ്റെ സങ്കടം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അച്ചുവിൻ്റെ അനുവാദമില്ലാതെ എനിക്കൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അച്ചുവിനെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നും അന്ന് തോന്നിയില്ല. അങ്ങനെ അവൻ തന്നെയാണ് അച്ചുവിനെ പഠിപ്പിക്കാൻ വിട്ടതൊക്കെ. കല്യാണത്തിന് മുൻപേ ഇവിടെ നിൽക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് അച്ചുവിനെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചത്. എന്നെയും ടെസ്റ്റൊക്കെ എഴുതിച്ച് പോലീസ് എന്നൊരു സ്വപ്നം എന്നിലും നിറച്ചത് അവൻ തന്നെയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് അവൾക്ക് അവനിലും നല്ലൊരു തന്നെ കണ്ടുപിടിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എന്ന്. അങ്ങനെ അത്രയും പൊന്നുപോലെ അവളെ അവൻ നോക്കുന്നത്. എന്നെ ഭാര്യയുടെ ചേട്ടനായിട്ടല്ല, അവൻ്റെ സ്വന്തം സഹോദരനായിട്ട്, കൂട്ടുകാരനായിട്ട്, അങ്ങനെയൊക്കെയാണ് അവൻ കണ്ടത്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. എന്നോട് ആലോചിക്കാതെ ഒരു തീരുമാനവും എടുത്തില്ല അവൻ ഇന്നുവരെ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നെ കൂട്ടി എവിടെയും പോകുകയുള്ളൂ. പക്ഷേ അന്ന് എനിക്കെന്തോ പോകാൻ തോന്നാഞ്ഞേ. അന്ന് ഞാനും കൂടെ പോയിരുന്നെങ്കിൽ എനിക്കവരെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിലോ. അച്ഛനാവാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിന് രണ്ടാളും അമ്പലത്തിൽ പോയതാ. പക്ഷേ പിന്നീട് എൻ്റെ അച്ചു തിരിച്ചു വന്നില്ല. ടിപ്പറായിരുന്നു ഇടിച്ചത്. കനാലിലേക്ക് വണ്ടി മറിഞ്ഞു. സിദ്ധുവിനെ കിട്ടുമ്പോൾ അവന് ബോധമുണ്ടായിരുന്നില്ല. അച്ചുവിനെ ഒരുപാട് നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. നല്ല അടിയൊഴുക്കുണ്ടായിരുന്നത് കൊണ്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും സിദ്ധുവിനെങ്കിലും രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. നാട്ടിലെ എല്ലാ നല്ല ഡോക്ടേഴ്സിനെ നോക്കിയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ അവനെയും കൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് പോയത്. ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ അന്ന് മുതൽ സിദ്ധു ഇങ്ങനെയാ. ഇപ്പോൾ 2 വർഷമാകുന്നു എന്നറിയുമോ? എന്താ സംഭവിച്ചെന്നറിയാൻ കഴിഞ്ഞില്ല. ആ ടിപ്പർ ഡ്രൈവർ മിസ്സിംഗ് ആയിരുന്നു. കണ്ട ആളുകൾ പറഞ്ഞത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അന്വേഷണം നടന്നു, പക്ഷെ ഒരു തെളിവ് പോലും കിട്ടിയില്ല. സിദ്ധു ഓക്കെ അങ്ങനെ ആയാൽ മാത്രം എന്തെങ്കിലും ഹോപ്പുണ്ട് കണ്ടുപിടിക്കാൻ. ഇന്നും അച്ചു തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന അവനോട് ഞാനെന്താ പറയണ്ടേ? അവൻ്റെ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന അവനോട് ഞാൻ എന്ത് മറുപടി പറയും? അച്ചു ഇനി വരില്ലെന്നോ? അവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ മറ്റൊരു ലോകത്തേക്ക് പോയെന്നോ? എനിക്കൊന്നും സങ്കടം പറഞ്ഞ് കരയാൻ പോലും ആരുമില്ല. ആകെയുള്ള പെങ്ങൾ പോയി. ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഈ അവസ്ഥയിൽ. ഈ വിഷമമൊക്കെ ഞാൻ ആരോടാ പറയണ്ടേ? ചിലപ്പോൾ തോന്നും അവന് വല്ല വിഷം വാങ്ങിക്കൊടുത്തിട്ട് ഞാനും അങ്ങ് മരിച്ചാലോ എന്ന്.
മടുത്തു, എനിക്ക് ജീവിതം തന്നെ മടുത്തു പോകുക. അവിവേകമൊന്നും ചെയ്യാത്തത് സിദ്ധു ഓക്കെ ആവുമ്പോൾ അവൻ ആരാണെന്ന് അറിയാമെങ്കിൽ അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ്, അതിനു വേണ്ടി മാത്രം ജീവിക്കുന്നതാണ്. ഇല്ലെങ്കിൽ എന്നെ തീർന്നേനെ. മുൻപിലിരുന്ന് പൊട്ടിക്കരയുന്നവനെ അലിവോടെ നോക്കി പിള്ളച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ കണ്ണും നനഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടുപിടിക്കണമെല്ലാം, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് എല്ലാം കണ്ടുപിടിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കും മുൻപേ സിദ്ധുവിനിടയ്ക്ക് ചില ഫോൺ കോൾസ് വരാറുണ്ടായിരുന്നു. എന്നെ കൂട്ടാതെ അവൻ പോവാറുമുണ്ടായിരുന്നു ആരെയോ കാണാൻ. അവൻ ജീവിതത്തിൽ മറച്ചു വെച്ച ഒരേ ഒരു കാര്യം അതുമാത്രമായിരിക്കും ചിലപ്പോൾ. ഫോണൊന്ന് ആക്സിഡൻറ്റിൽ മിസ്സായി പോയിരുന്നു. പിന്നെ അച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാനാകെ തകർന്നു പോയി. സിദ്ധുവും ഇങ്ങനെ ആയപ്പോൾ പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ല. സിദ്ധുവിനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം. അവൻ സുഖാവും മുൻപേ കണ്ടെത്താൻ കഴിയുന്നതൊക്കെ കണ്ടെത്തണം. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ജിത്തു എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് പോയി. മഹിയേട്ടാ നോക്കിയേ, ഇത് മതിയാവുമല്ലോ ആദിമോൾക്ക്. കാർത്തുമോൾക്ക് ദാ ഈ കളറും എടുക്കാം. കിച്ചൂട്ടനും കീർത്തിമോൾക്കും ഉള്ളത് നമുക്ക് മുകളിലെ സെക്ഷനിൽ നിന്നെടുക്കാം. ജ്യോതിക്കും രാധികയ്ക്കും സാരി മതിയല്ലേ? ആനന്ദിനും വാസുവേട്ടനും ഏട്ടനെടുത്തോളുമല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ വരാം. ഏട്ടനെടുത്താലേ നല്ല പോലെ നോക്കാതെ ഏതെങ്കിലുമൊക്കെ എടുക്കും. ഓ എൻ്റെ പൊന്ന് ലക്ഷ്മി, നീ ഒന്ന് സമാധാനത്തിൽ സംസാരിക്ക്. നമുക്ക് എല്ലാവർക്കും ഉള്ളത് എടുക്കാം പോരെ? നിന്റെ ഇഷ്ടത്തിന് നീ എടുത്തോ. ആനന്ദിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ KR ഗ്രൂപ്പിനെ തന്നെ മോളിലേക്ക് വന്നതാണ്. ലക്ഷ്മിക്ക് എത്ര എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. മഹിയേട്ട, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്കറിയിൽ ഒന്ന് കയറണം. ജ്യോതിക്ക് ലഡു വാങ്ങണം. രാധുവിന് പിന്നെ സമൂസയാണ് ഇഷ്ടം. പക്ഷേ കുട്ടികളുടെ ഇഷ്ടമൊന്നും എനിക്കറിയില്ല. പൊടിയായിരുന്നപ്പോൾ കണ്ടതാ, ഇപ്പം എത്ര കൊല്ലായി. അവർക്ക് എന്നെ അറിയില്ലായിരിക്കുമല്ലേ മഹിയേട്ട? ഏറ്റവും ഭാഗ്യം കേട്ട അമ്മമാരാണ് ഞങ്ങൾ. കുഞ്ഞുങ്ങളിക്കൊന്നും പരസ്പരമൊന്ന് കാണാൻ കൂടെ കഴിഞ്ഞില്ലല്ലോ. വലുതായി കല്യാണപ്രായമായിട്ടുണ്ടാവുമല്ലേ ഇപ്പോൾ. എല്ലാവരും ഒരുമിച്ചുണ്ടായപ്പോൾ അവരുടെ മക്കളെ കണ്ണനും മനുവിനും പറഞ്ഞു വെച്ചിരുന്നില്ലേ? അതൊക്കെ ഇപ്പം മറന്നിട്ടുണ്ടാവുമല്ലേ? പിന്നെ മക്കൾക്കൊക്കെ വേറെന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ. നല്ല തമാശ തന്നെയാണ് ലച്ചു താൻ പറഞ്ഞത്. അതുപോട്ടെ, അമ്മ കണ്ണനോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കണ്ണൻ എന്താ തന്നോട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്താ മഹിയേട്ടാ ഇങ്ങനെയൊരു പൊട്ടി? ഡോ, അമ്മ പറഞ്ഞതൊക്കെ കേട്ട് താൻ സങ്കടപ്പെട്ടിരുന്നപ്പോൾ കണ്ണൻ വന്ന് തന്നോട് എന്താ പറഞ്ഞതെന്ന്. ലക്ഷ്മി അത് ഓർത്തു നോക്കി. അമ്മയുടെ കണ്ണിനെ തോൽപ്പിക്കാൻ പോന്നവനൊന്നും ഇന്ന് ഭൂമിയിലില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും രൂപം കൊണ്ട് വന്നാലല്ലേ ഞാൻ തോൽക്കാതിരിക്കാൻ എൻ്റെ പാതി എന്നോടൊപ്പം ഉണ്ടാവുമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്. ഈ കാശിനാഥന് ശക്തി തരാൻ സാക്ഷാൽ രുദ്ര തന്നെ വരും. ആദിരുദ്ര. എടോ, മൈ തട്ടി വിളിച്ചപ്പോഴാണ് ലക്ഷ്മി ഓർമ്മയിൽ നിന്നും പുറത്തു വന്നത്. എന്താടോ, ഓർമ്മ കിട്ടിയോ? ഏട്ടാ, ആദിരുദ്ര എന്ന് കണ്ണൻ പറഞ്ഞത് നമ്മുടെ ആദിയെ ആയിരുന്നോ? അതേടോ, നമ്മളെ കാണിച്ചു തരും മുൻപേ അവനവരെ കണ്ടുപിടിച്ചടോ. നമ്മുടെ മോൻ്റെ മനസ്സിൽ ആദ്യമോളി കയറിക്കൂടിയിട്ടിപ്പോൾ കുറേ വർഷങ്ങളായി. എന്നോടവൻ ഈയിടയ്ക്കാണിത് പറഞ്ഞത് തന്നെ. എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നു മഹിയേട്ട. അപ്പോൾ മണിക്കുട്ടനുള്ളതല്ലേ കാർത്തു? അതേടോ, അവരുടെയും മനസ്സിലേക്ക് തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞത്. ലക്ഷ്മി അപ്പോഴേക്കും പൊട്ടിച്ചിരിച്ചു. തൻ്റെ അടുത്തുനിന്ന് ചിരിക്കുന്നവളെ മഹാദേവൻ സ്നേഹത്തോടെ നോക്കി. പിന്നെ അങ്ങോട്ട് ലക്ഷ്മി എന്തോ ഊർജം കിട്ടിയതുപോലെ ആയിരുന്നു. എത്ര സെലക്ട് ചെയ്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സാധനങ്ങളും വാങ്ങിയാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. ആദുട്ടി, എന്തെടുക്കുക? ഞങ്ങളെ വന്നുകൊണ്ടിരിക്കുക. നിനക്ക് ബോറടിച്ചോ? അതോ ആ പൂതന നിനക്ക് വല്ല ജോലിയും തന്നോ? ഇല്ല കാത്തുമ്പി, ഞാനിവിടെ ചുമ്മാ ഇരിക്കുക. ബോറടി, നീ വേഗം വാ കേട്ടോ. ഞാനിതാ ഇപ്പോൾ എത്തും. കണ്ണേട്ടൻ അവിടെ ഉണ്ടല്ലോ അല്ലേ? ആദ്യ തിരിഞ്ഞ് കാശിയുടെ ക്യാബിനിലേക്ക് നോക്കി. അവിടെ പേന കയ്യിൽ പിടിച്ച് കറക്കിക്കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ കണ്ടതും ആദിക്ക് ചിരി വന്നു. കാശി ഒന്ന് കണ്ണടച്ച് കാണിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ ചെയ്തപ്പോൾ സ്വിച്ചിട്ടതുപോലെ ആദിയുടെ ചിരി നിന്നു. അവൾ വേഗം തിരിഞ്ഞിരുന്നു. ഡി ആദി, നീ കേൾക്കുന്നില്ലേ? ആ കേൾക്കാം, പറഞ്ഞു. കണ്ണേട്ടൻ ഉണ്ടല്ലോ അവിടെ? ആ ഉണ്ടടി. ഓക്കെ, ഞാൻ വേഗം വരാട്ടോ. ഓക്കെ ഡി. ഫോൺ വെച്ച് ആദ്യം ഒന്നുകൂടെ തിരിഞ്ഞ് കാശിയെ നോക്കി. കാശി അപ്പോൾ പിരികമ്പുക്ക് എന്താണെന്ന് ചോദിച്ചതും ആദ്യം ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി തിരിഞ്ഞിരുന്നു. കാശിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചവളതായിപ്പോൾ തൻ്റെ മുന്നിൽ തന്നെ നോക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന ചുവപ്പ് രാശി ആദിയെ നോക്കിക്കൊണ്ട് തന്നെ കാശിയിൽ മനസ്സാവർത്തിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം.